ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നും അല്ല, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലുള്ളവർക്കായാലും താരനായാലും ഒക്കെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കാച്ചി എണ്ണ എന്തായാലും തീർന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കാച്ചി എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളോട് കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതായി എണ്ണ കാച്ചാനുള്ള ഓരോ ഐറ്റംസ് ഇതായി പെറുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആര്യവേപ്പിലെ മൈലാഞ്ചിയും പിന്നെ നമ്മുടെ ബൃങ്കരാജ്. ഈ ഒരു വയലറ്റ് കളർ പൂ വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കേശവർദ്ധിനിയാണ് കേട്ടോ. മുടി നന്നായിട്ട് അത് വളരാനായിട്ട് സഹായിക്കുമെന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നാളുകൊണ്ട് നമുക്ക് കേശവർദ്ധിനി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളും അത് എണ്ണ കാച്ചാനായിട്ട് നമ്മൾ അതും എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ നീലയമരിയും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും കറ്റാർ വാഴയൊക്കെ എടുക്കാറുണ്ട്. ഉലുവ നമ്മൾ തലേദിവസം കുതിർത്തിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ സവോളയും കരിഞ്ജീരകവും നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ അതുപോലെ തന്നെ നമ്മുടെ ഇലക്കൂട്ടുകളെല്ലാം സവാള ഇലക്കൂട്ടുകളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു. നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് നമ്മൾ കരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ ആവണക്കെണ്ണയും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് നമ്മൾ അത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു അരച്ച് വെച്ച കൂട്ട് നമ്മുടെ എണ്ണയിൽ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ അമ്മയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അമ്മയാണ് കൂടുതലും നമ്മുടെ വീട്ടിൽ എണ്ണ കാച്ചാറുള്ളത്. അപ്പം അമ്മ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടേ നല്ല രീതിയിൽ മുടി ഒഴിച്ചിലുണ്ട്. അപ്പം നമുക്കിപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലകളൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം കൊണ്ട് എണ്ണ തീർന്നിട്ടും കാച്ചാതെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോക്കായാലും ഞാനായാലും ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടേ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കെന്താണ് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് മുടിയൊന്നും കെയർ ചെയ്യാറില്ല. അപ്പം ഇനി നല്ല രീതിയിൽ ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ എണ്ണയൊക്കെ നല്ല രീതിയിൽ കാച്ചിയൊക്കെ എടുത്ത് യൂസ് ചെയ്യാനുള്ളൊരു പ്ലാനിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് നല്ല ചെറിയ തീയിലിട്ട് കാച്ചി എടുക്കണം കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് ഈ ഒരു കറുത്ത കളറിലോട്ട് നമുക്ക് വരും. ഈ ഒരു ഓയിലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കളർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ബോട്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും വീട്ടിൽ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.